ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ പരിപാടി എന്ന് പറയുമ്പോൾ നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറയുമ്പോൾ ഡയമണ്ട് പൊട്ടിപ്പൊളിക്കാണ് പോകാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് ഓഫ്ലൈൻ വർക്ക് കഴിഞ്ഞ് നമ്മുടെ വീടിന് കുറച്ച് പണിയൊക്കെ ചെയ്തിട്ടുണ്ട്. ഉണ്ട്, കൊള്ളാവോ? ഇതാണ് നമ്മുടെ ഇച്ചിരി മോഡിഫൈ ചെയ്ത വീടിൻ്റെ പണി മൊത്തം കഴിച്ച് അപ്പോൾ വലിയ സാധനങ്ങളെല്ലാം എടുത്ത് അകത്ത് വെച്ച് പിന്നെ ചുറ്റും കോൺക്രീറ്റൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ആക്കി കോൺക്രീറ്റൊക്കെ ചെയ്തുപോലെ. അപ്പം അകത്ത് ഇത് എങ്ങനെയാണ് നമ്മുടെ വീടിൻ്റെ അകവശം സെറ്റാത്ത വലിയ കാര്യമൊന്നുമില്ല. ഇതാണ് നമ്മുടെ വീടിൻ്റെ അവസ്ഥ. അപ്പം ഇന്ന് നമ്മൾ ഡയമണ്ട് വെട്ടിപ്പൊളിക്കാൻ പോകണം. ഡയമണ്ട് അപ്പം നമുക്ക് ഇന്ന് ഇവിടെ മൊത്തം ഞാൻ എന്താ പറയാ, എനിക്കറിയത്തില്ല. ഞാൻ എന്തൊക്കെ ചെയ്യാൻ പോകുന്നത് നൈറ്റായി വരുന്നത്. അപ്പം നമുക്ക് നമ്മുടെ കറക്റ്റ് വീട് ഈസ്റ്റിലോട്ടായിരിക്കുന്നത്. സൂര്യോദയം കറക്റ്റ് കാണാം. വെസ്റ്റിലോട്ട് അസ്തമിക്കുന്നതും കാണാം. അവനാണ് ഗ്ലാസ് ഇങ്ങനെ വച്ചേക്കുന്നത്. അപ്പം നമുക്കിന്ന് ഡയമണ്ട് വെട്ടിപ്പൊളിക്കേണ്ടത് അതുകൊണ്ട് തന്നെ നമുക്ക് അധികമാക്കാൻ നമ്മൾ ഡ്രാഗനെ തട്ടുന്നതാണ്. ഡ്രാഗൺ എന്ന ചാപ്റ്റർ ക്ലോസ് ചെയ്യും, ഡ്രാഗൺ കൊണ്ടുവരും. നമ്മുടെ ഫസ്റ്റത്തെ സീസൺ ആയതുകൊണ്ട് തന്നെ ലെറ്റ്സ് പ്ലേ എപ്പിസോഡ് 1 തൊട്ട് നിങ്ങൾ കാണുന്നില്ലെങ്കിൽ പോയി കണ്ടിട്ട് വരിക. കാണാത്തവരാണെങ്കിൽ പോയി കണ്ടിട്ട് വരിക. അതെനിക്ക് പറയാനുള്ളൂ. കുറച്ചായാലും നമ്മൾ മൈൻഡ് ചെയ്തായിരുന്നു. നമുക്കതെടുത്ത് സ്മെൽറ്റ് ചെയ്യാം. നമുക്കിന്ന് 2-3 പിക്കാക്സ് ഒക്കെ ഉണ്ടാക്കി 2-3 പിക്കാക്സ് തീരും ഡയമണ്ട് വെട്ടിപ്പൊളിക്കാൻ പോയിട്ട്. അപ്പം നമുക്ക് ഡയമണ്ട് സംഭവങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങാം. ഫുൾ ആർമറും ഫുൾ ടൂൾസും ഉണ്ടാക്കാം. നമുക്കിന്ന് പറ്റുമെങ്കിൽ തന്നെ നമുക്ക് ചെയ്യാം. അടുത്ത എപ്പിസോഡിൽ നമ്മൾ പോയിട്ട് ബ്ലേസ് റോഡും ഇതും എടുക്കാൻ പോകും. ബ്ലേസ് റോഡും എൻഡർപ്പേളും അടുത്ത എപ്പിസോഡിൽ നെതറിപ്പ് എടുക്കും. അതിനുവേണ്ടിയാണ് നമ്മൾ ഡയമണ്ട് ആർമർ സെറ്റാക്കാൻ പോകുന്നത്. അതിൻ്റെ അടുത്ത എപ്പിസോഡിൽ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് അറിയാമല്ലോ? ഡ്രാഗണെ തട്ട, അത്രേ ഉള്ളൂ. ഡ്രാഗൺ തട്ട, ലെറ്റർ എടുക്കുക. അതാണ് നമ്മുടെ അടുത്ത എപ്പിസോഡിൽ മിക്കവാറും ഞാൻ ഡ്രാഗനെ തീർക്കും ഉറപ്പാണ്. അടുത്ത എപ്പിസോഡ് ഡ്രാഗൺ തട്ടിങ്ങ നൈറ്റായി വരുന്ന ഒരു പിക്കാക്സ് ഉണ്ടാക്കി. പിക്കാക്സ് മതിയോ? ഷീൽഡും കൂടെ ഉണ്ടാക്കി കിടന്ന് പോവാം. കിടന്നുറങ്ങി നമുക്ക് കുറച്ച് ടോർച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. സാധനങ്ങളൊക്കെ മതിയല്ലോ. കുറച്ച് ബ്ലോക്കും ഉണ്ട്. ബ്ലോക്ക് ഇച്ചിരി എടുത്തേക്കാം. ചിലപ്പോൾ തെങ്ങില്ലെങ്കിൽ എന്ത് ചെയ്യും? കുറച്ചുകൂടെ ബ്ലോക്ക്സ് എടുത്തിട്ടുണ്ട്. നമുക്ക് നേരെ കുഴി നോക്കി പോകും. ഈ അടുത്ത ഇത് എടുക്കുന്നത് നമ്മൾ അടുത്ത കേവ് വഴി പോകുന്നില്ല. നമുക്ക് കേവ് വഴി പോകണം. റീസ്പോൺസ് ഇട്ടിട്ട് പോകണം. ചത്ത കഴിഞ്ഞും കൂടെ സ്പോണാവുന്നു. റീസ്പോൺ ആവുന്നോ? ഇങ്ങോട്ട് ഇറങ്ങണോ? വേണ്ട, നമുക്ക് അപ്പുറം വഴി ഇറങ്ങണം. അപ്പുറത്ത് നമ്മുടെ സ്റ്റോൺ എടുക്കാൻ പോയ ആ കുഴിക്കകത്ത് ചാടാം. അതവിടെ നമുക്ക് മൈനിങ് ഏരിയ ഉണ്ടാക്കാം. അതിൻ്റെ അകത്തൂടെ ചാടാം. അതിൻ്റെ അകത്തൂടെ നമുക്ക് പോവാം. ചാടിയ കാലൊടിയും. സൈഡിൽ കൂടെ കുഴിച്ചു പോവാം. മൊത്തം കുടിച്ചിട്ട് കുറച്ച് സമയം കാണിക്കത്തില്ലല്ലോ. ഇത്രയല്ലേ ഉള്ളൂ. നമുക്ക് ഇവിടെ നിന്ന് ഇവിടെ വെട്ടക്കുറവാണ്. നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് കുടിക്കാം. ഇവിടെ നേരെ അങ്ങോട്ട് ഇവിടെ ഉണ്ടാകും. ഇവിടെ നിന്ന് അങ്ങോട്ട് കുടിക്കാം. അങ്ങനെ കുടിക്കാം. കുറച്ച് സമയം എടുക്കുന്ന പ്രോസസ്സാണ്. ഇത് കഴിഞ്ഞിട്ട് നിങ്ങളിങ്ങനെ അപ്ഡേറ്റ് ചെയ്യാമെന്ന് ഞാൻ പറയുന്നു.
കുറച്ച് വെട്ടിപ്പൊളിച്ചിട്ട് പോകും. നമുക്ക് എപ്പോഴും ടോർച്ചിൻ്റെ ആവശ്യം വരുന്നത് പറയാൻ പറ്റത്തില്ല. ടോർച്ചിലപ്പോൾ തീർന്നങ്ങ് പോകും. നമ്മൾ കുറച്ചങ്ങ് എടുത്തോണ്ട് പോവാം. കോള് ഞാൻ എന്ത് ചെയ്യും കാണിക്കുന്നു. കുറച്ചൊന്ന് കുടിച്ച് നമ്മൾ ഡീപ്സ്ലെറ്റ് ലെവലായിട്ടുണ്ട്. കാണല്ലോ ഇത് ഡീപ്സ്ലെറ്റ് ലെവലിലോട്ടായിക്കൊണ്ടിരിക്കുന്നു. അവൈലബിൾസ് 4 0 ആകുമ്പോൾ കറക്റ്റ് ഡീപ്സ്ലെറ്റ് ലെവലിലോട്ട് മാറും. നമ്മൾ എത്തിയപ്പോൾ ഡീപ്സ്ലെറ്റ് ലെവലിൽ ഇനി ഇങ്ങോട്ട് 10 ഡീപ്സ്ലെറ്റാണ്. അതല്ല പെട്ടെന്ന് ഒരു കേവ് പോലും കിട്ടിയാൽ കൊള്ളാം. ഇവിടെ പെട്ടെന്ന് ഇരുട്ടാ, നമുക്ക് പെട്ടെന്ന് ടോർച്ച് വെക്കേണ്ടി വരും ഇവിടെ. അതുകൊണ്ട് കുറച്ച് കോളെടുത്താൽ നന്നായി. വുഡുണ്ടെന്ന് കയ്യിൽ കുറച്ച് വുഡിരിപ്പില്ലേ. ഇതുപോലെ എപ്പോഴും മൈനിങ്ങിനൊക്കെ വരുമ്പോൾ എപ്പോഴും നിങ്ങൾ വുഡ് എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. എൻ്റെ കൂടെ മൈൻക്രാഫ്റ്റ് ഇങ്ങനെ കളിക്കാൻ നിങ്ങൾ കളിക്കുന്നുണ്ടെങ്കിൽ നമ്മളപ്പോൾ കുറച്ച് വുഡ് കയ്യിൽ വെച്ചേക്കണം. വുഡും പിന്നെ വേണമെങ്കിൽ കുറച്ച് അയണും കൊടുത്ത് വെച്ചേക്കണം. നമുക്ക് എപ്പോഴെങ്കിലും ടൂൾസ് പോലെ ഉണ്ടാക്കണമെങ്കിൽ. പിന്നെ ഫുഡ് 27 ബ്രെഡ് ഉണ്ട്, മതിയായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടെ കേവ് കാണുന്നുണ്ട്. വലിയ കേവാണോ ചെറിയ കേവാണോ? ഇങ്ങോട്ടൊക്കെ ഇറങ്ങിയാലോ. അവന്മാരെ കാണാം. ചിലപ്പോൾ നമുക്ക് അപ്പുറം വെച്ചിട്ട് മാറി ഇറങ്ങാൻ പറ്റും. നോക്കാം. സ്കെൽട്ടൻ അങ്ങനെ വെടിയേക്കാതിരിക്കും. സൈഡിൽ ബ്ലോക്ക് വെച്ചു. അങ്ങോട്ട് ബ്ലോക്ക് വെച്ച് പോവാം. എൻ്റെ സൗണ്ട് എന്തോ വ്യത്യാസമുള്ള തോന്നുന്നുണ്ടല്ലേ എനിക്ക്. എങ്ങനെ ഇപ്പം വിളിച്ചിരിക്കുന്ന എന്തുകൊണ്ട് പോലെ സൗണ്ട് എന്തോ ഒരു പ്രശ്നമുള്ള പോലെ തോന്നുന്നു. ടോർച്ച് പോയി കേട്ടങ്ങനെ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് കൊണ്ടുപോവുക, അല്ലെങ്കിൽ അമ്മ നമ്മളെ പഞ്ഞിക്കിടും. അങ്ങോട്ട് ടോർച്ച് വെച്ച് ഒന്നും കാണുന്നില്ല അമ്മരൊന്നും. അങ്ങോട്ട് അത്യാവശ്യം നല്ല വലിയ കേവാണ്. ഇറങ്ങിയാലോ? ഇറങ്ങിയേക്കാം. ചാടിക്കോ? മോപ്സ് ഒന്നും ഇല്ലേ? എൻ്റെ ഗെയിമിൽ എന്തോ പ്രശ്നമുണ്ട് കേട്ടോ. കുറേ നാളായിട്ട് മൗസ് പോലെ സ്പോൺ നെതറിലും ഇല്ല, ഇവിടെയും ഇല്ല. ആ ചീറ്റ്സ് പോലും ഉണക്കിടാത്തവന് എനിക്കറിയത്തില്ല എങ്ങനെ വരുന്നതെന്ന്. ഒന്നും സ്പോണൊന്നുമില്ല. അതെന്തെങ്കിലും പ്രശ്നം നിങ്ങൾ കമൻറ്റ് ചെയ്താൽ കൊള്ളായിരുന്നു. എനിക്കറിയത്തില്ല. മൗസ് സ്പോണാവുന്നേ ഇല്ല. കണ്ടു, ഒന്നും മൗസേ ഇല്ല. കണ്ടോ എന്താ പ്രശ്നം എനിക്കറിയത്തില്ല. ഒരു മൗസ് പോലെ സ്പോണാവുന്നില്ല. സ്പോണാതിരിക്കും നല്ലത്. സ്പോണാവുന്നേ ഇല്ല ഒന്നും. എൻ്റെ അകത്തെ ഫസ്റ്റ് ഡയമണ്ട് കിട്ടിയ വയസ്സേ ഈ സാധനം കണ്ടു. എനിക്ക് സാരി കണ്ട ഫസ്റ്റ് ഡയമണ്ട്. അയ്യോ, അത് ശ്രദ്ധിച്ചു പോലും ഇല്ല. ഫസ്റ്റ് ഡയമണ്ടാണ് നമ്മുടെ. ഒന്ന് പിക്കാക്സും പൊട്ടി, രണ്ടാമത്തെ പിക്കാക്സും പൊട്ടി. ഒരെണ്ണം കൊണ്ട് ഉണ്ടാക്കാം. ടൈമിങ് നോക്കണേ. ഇത് നമ്മൾ പറഞ്ഞ കുറച്ച് വുഡും കൊണ്ടുവന്ന ഗുണം ചെയ്ത
ഉറക്കമായിരുന്നു. ഇപ്പം നമുക്ക് പിറ്റാക്സ് ഉണ്ടാക്കുന്ന സാധനം കണ്ടില്ലേ, ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് സാധനങ്ങളൊന്നും കാണത്തില്ല. അതുപോലെ പെട്ടിരിക്കുന്ന അവസ്ഥ, ഇവിടെ തിരിച്ച് കയറി പോകണം. അതിലും ഭേദം ഇങ്ങനെ സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് വിളിച്ചു കൊണ്ടാക്കുന്നത്. പിറ്റാക്സ് ഉണ്ടാക്കിയാലും പിറ്റാക്സ് ആയി ഇങ്ങ് മേടിച്ച് എടുക്കാം. എണ്ണ ഉള്ളോ ചൂടെ കാണൂ, ചായയുടെ ഉണ്ടായിക്കൊള്ളായിരുന്നു. ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. കുഴിച്ച സാധനങ്ങൾ കുഴിയുമ്പോൾ കിട്ടുന്നേ, സൈഡിൽ കുഴിയുമ്പോൾ സാധനമൊക്കെ കാണും. ഒരുപാട് കുഴിക്കൊന്നും വേണ്ട, ഇങ്ങോട്ട് ബ്ലോക്കൊക്കെ മാറ്റിയിട്ട് നോക്കുമ്പോൾ കാണുന്നില്ലേ പിന്നെ മനസ്സിലാക്കുക സാധനമില്ല. ഏറ്റവും കൂടുതൽ ഡയമണ്ട് ഇടുന്ന വൈ ലെവൽ 59 ആണ്. ഈ സ്ഥലം കണ്ടോ, ഇവിടെ ഇവിടെ എന്തെങ്കിലും കാണുമോ? അങ്ങോട്ടൊക്കെ ഒന്ന് പോയി നോക്കാം. ഇവിടെ ലൈറ്റ് ചെയ്തിട്ട് ഇവിടെ ഫുള്ള് ലാവയാ പ്രശ്നം. എൻ്റെ ഒരു അറിയുള്ളൂ, ഞാൻ നേരിടത്ത് ലാവക്കാർ ചാടുന്നവനെ, അതുകൊണ്ട് എനിക്ക് പേടിയാ. റെഡ് സ്റ്റോൺ എടുക്കണം കുറച്ച്. സൂക്ഷിക്കുക, ലാവയുണ്ട്. അങ്ങോട്ടേ പോണേ. ഇതേ ഡയമണ്ട്. ഞാൻ അടിക്കുന്ന പറ്റി ഡയമണ്ട് കണ്ടിട്ട് ഞാൻ റിയാക്ട് ആക്കുന്ന പോലും ഇല്ല. ഇവിടെ ഡയമണ്ട് എന്തായാലും അവയ്ക്കത്ത് പോലെ എടുക്കുമ്പോൾ പിണിപ്പാളമോ, പിന്നെ പാളിയില്ലേ പാളിയില്ല. അത് അടിക്കും. മൊത്തം ബ്ലോക്ക് വെച്ചിട്ട് നമുക്ക് പൊട്ടിക്കാം. ബ്ലോക്ക് പൊട്ടിച്ചിട്ട് അടിയിലൊന്നുമില്ല. ഒന്നിങ്ങോട്ട് 1 2 3 4 6 ഡയമണ്ടേ ഉള്ളൂ. വരണേ ഉള്ളൂ. ഇനി വല്ലതും കാണൂ? ഇനി ഒന്നുമില്ല. എനിക്ക് ഇവിടെ ഒക്കെ ഒന്ന് നോക്കായിരുന്നു. ഈ ലാവയുടെ അടിയിൽ ചിലപ്പോൾ കാണുമായിരിക്കും. സാറിന് ഡയമണ്ട് ലാവയുടെ അടിയിൽ ഇങ്ങനെ കാണുന്നേ. കത്തി എന്നെ ഞാൻ വീട് ചടി. ഞാനും മണ്ടനാ, നേരത്തെ ലാവക്കത് ചാടി കൊടുത്തു. എന്നെ പൊട്ടണേ ഞാൻ. ഇവിടെ അടിയിലോട്ട് കാണുന്നുണ്ടോ സാധാരണ ഡയമണ്ടൊക്കെ ഇങ്ങനെ? എൻ്റെ കാര്യം പറഞ്ഞിട്ടില്ല. ലാവയുടെ അടിയിലൊക്കെ സാധാരണ ഇങ്ങനെ ഡയമണ്ട് കാണുന്നേ. ഇത് വൈ ലെവൽ 50 150 അപ്പോൾ ആ റേഞ്ചിൽ കാണുമായിരിക്കും. അപ്പം നമ്മുടെ ഈ വേൾഡിൻ്റെ ഏറ്റവും താഴെയാണ് നമ്മൾ നിൽക്കുന്നത്. ഗസിൻ്റെ തന്നെയാണ് കൂടുതൽ കാണേണ്ടതാണ്. നമുക്ക് ഈ ലാവ ഇങ്ങ് ബ്ലോക്ക് ചെയ്യാം. ഒരു ട്രിക്ക്, നമുക്കിങ്ങനെ ബ്ലോക്ക് വെച്ചിട്ട് ഇങ്ങ് മറയ്ക്കാം ചുറ്റും. മറയ്ക്കുക. പോ ഞാനെന്ത് ചെയ്യും കാണിക്കുന്നത്? നമ്മൾ കുറച്ച് ബ്ലോക്ക് എടുത്ത് നന്നായി. കുറച്ച് ബ്ലോക്ക് കിട്ടും നമുക്ക് കുഴിക്കുമ്പോൾ. ഞാൻ കുറച്ച് ബ്ലോക്ക് ഒക്കെ ഇരുന്നോട്ടെ, നല്ലത്. ഈ ബെഡ് റോക്ക് കണക്ഷനായതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ വെക്കാൻ പറ്റും. ബെഡ് റോക്ക് ഉള്ളത് പോക്കറ്റ് പക്ഷെ ബെഡ് റോക്ക് ആണല്ലോ, അപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ ഇങ്ങനെ വെക്കാമല്ലോ. ഇങ്ങനെ ഒരു പിറ്റ് പോലെ ആക്കാം. ഇങ്ങനെ ഇതുകൊണ്ട് എൻ്റെ ഹൈ IQ പ്ലേ. ഈ കാണിക്കും ഞാൻ നേരെ തീക്കൊന്ന് ചാടുവോ? രണ്ടാമത്തെ ഓട്ടോ തീ ഒളിച്ചാക്കണം. ഇങ്ങനെ ബ്ലോക്ക് വെച്ച് നമുക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ ലാവാന്നത് വെക്കത്തില്ലേ? ഇങ്ങനെ വീണ്ടും കത്തി പണ്ടത്തരം കാണിക്കരുത്. ബ്ലോക്ക് പൊട്ടിച്ച് അടിയിലോട്ട് നമുക്ക് ബ്ലോക്ക് ഇങ്ങനെ കാണത്തില്ല ഇടയിൽ ബ്ലോക്ക് ഉള്ള കാര്യം. അതുകൊണ്ട് ഇങ്ങനെ സൂക്ഷിച്ച് കണ്ടൊക്കെ വെക്കണം. വീണ്ടും വെച്ച് കത്തിയില്ല. ഇങ്ങോട്ട് വരുമ്പോൾ ഇങ്ങനെ മറച്ചു വെച്ചാൽ മതി.
ടോർച്ച് ഇനി പോകുന്നുണ്ടോ? കഴിഞ്ഞോ താഴത്തെ? നോക്കാമായിരുന്നു ഇറങ്ങി. ഇല്ല, ഇനി സ്ഥലം ഇനിയും ബ്ലോക്ക് മറിക്കാനുണ്ട്. ചാടിക്കും 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 ചാടിക്കും. എല്ലാം മൊത്തത്തിൽ മറിഞ്ഞ വെച്ച്. ഇനിയുണ്ടോ? ഇനിയില്ല. നമുക്കിനി ഇപ്പുറത്തും കൂടെ ഒന്നും ഓഫ് ചെയ്യായിരുന്നു. ലാവ മണ്ടയ്ക്ക് കയറി നിർത്തിയാലോ? അവിടെ വല്ലതും കാണോ? ഡയമണ്ട് വല്ലതും? ഇതെല്ലാം ചെയ്തിട്ട് അവസരം ഒന്നും കാണരുത്. ഉണ്ടോ? അതിൻ്റെ ബ്ലോക്കും പോവും, ആ സാധനങ്ങളെല്ലാം പോവും. വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. പിന്നെ മണ്ടയ്ക്ക് അത് പൊട്ടിച്ച പണിയാ. എല്ലാം മൊത്തം തല്ലിട്ടൊന്ന് വീഴും. എനിക്ക് ഡയമണ്ട് കിട്ടി ഗൈസ്. മാറ്റിപ്പോൾ ഡയമണ്ട് കിട്ടുക. മൊത്തം മാറ്റിപ്പോൾ ഡയമണ്ട് കിട്ടി. യേസ്. അത് കണ്ട് പറയും നിങ്ങൾ ചീറ്റിങ് എന്ന് പറയുന്നത്. ചീറ്റിക്കുന്നല്ല, കിട്ടി, വീണ്ടും കിട്ടി. ചീറ്റിങ് അല്ല ഗൈസ്, ഒറിജിനലായിട്ട് പറയും. സാധനം കിട്ടി. ഒമ്പത് ഡയമണ്ടായി. എല്ലാം സൈഡിൽ വല്ലതും കൊള്ളായിരുന്നു. ഇപ്പം തന്നെ കുറേ സമയമായി. ഞാനിപ്പോൾ റിയൽ ലൈഫിൽ തന്നെ ഇപ്പോൾ 1 മണിക്കൂറും കണ്ടായി മൈൻഡ് ചെയ്യാറും കണ്ടത്. വീഡിയോയ്ക്കകത്ത് ചെറിയൊരു വീഡിയോ ആയിരിക്കും, പക്ഷെ ഇത് കുറേ സമയം എടുത്തേക്ക് ഞാൻ വീഡിയോ ചെയ്യാം. ഞാനിവിടെ ഡയമണ്ട് അടിപൊളി. നേരത്തെ കൊണ്ടില്ല ഇതൊന്നും. കുറേ ഉണ്ട്. 17 ഇപ്പം തന്നെ. 18 9 വീണ്ടും കിട്ടി ഒറ്റയടിക്ക്. അപ്പോൾ വലിയൊരു വെയിനായിരുന്നല്ലോ. ഞാനൊന്നും കണ്ടില്ല. ഞാൻ ഡയമണ്ടല്ല കണ്ടേ. ഞാൻ വേറെ എന്തോ കണ്ടേ. മണ്ടയ്ക്ക് വന്ന ഡയമണ്ടല്ലേ. ഇപ്പം എല്ലാവരും കൂടെ വന്ന് കമൻറ്റിൽ പറയും ഞാൻ ചീറ്റിങ് ചെയ്യുമെന്ന് പറഞ്ഞു. ചീറ്റിങ് അല്ല ഗൈസ്, ഇത് ഉള്ള കാര്യം അത് പറഞ്ഞു. എന്തെങ്കിലും എന്തോ പറ്റിയ കാര്യമായിട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ സീഡ് തരാം കേട്ടോ. നല്ലൊരു സീഡാണ്. ഇത്ര സംഭവങ്ങൾ, ഇത്ര സ്വത്ത് കിട്ടുന്ന സ്ഥലമായതുകൊണ്ട് ഞാൻ പറയുക. മഞ്ഞ സ്ഥലത്ത് നിന്ന് സ്പോണായി വേണം ഞാൻ ഇങ്ങെത്തി. ഇത്രയുണ്ട് തോന്നില്ല. ഇവിടെ മണ്ട കൊണ്ട് നിൽക്കുക. ഡയമണ്ട് വീണ്ടും ഡയമണ്ട്. 22 ഡയമണ്ട്. എത്ര ഡയമണ്ട് കിട്ടുന്നേ? എൻ്റെ സത്യമായിട്ട് പറയും. ഇത് ഞാൻ എല്ലാവരും കൊണ്ട് പറയാം ചീറ്റിങ് ആയിരുന്നു. ചീറ്റിങ് അല്ല, ഡയമണ്ട് കിട്ടിക്കൊണ്ടിരിക്കും എനിക്ക്. ഇവിടെ നിന്ന് കുറച്ച് ഡയമണ്ട് കിട്ടി കേട്ടോ ഗൈസ്. ഞാനിപ്പോൾ കുറച്ചുകൂടെ കിട്ടും. 36 എനിക്ക് ഇത്രയൊക്കെ മതി. 33 അങ്ങാണ്ട് മതി. നമുക്ക് ഒരു ഡയമണ്ട് ഉണ്ടാകും. ഒരു ഡയമണ്ട് ഫുൾ ആർമർ ടൂൾസ് ഉണ്ടാക്കാം. അത്ര കണ്ട് മതിയെന്ന് തോന്നുന്നു. ഇതുകൊണ്ടങ്ങ് പോവാം. എൻ്റെ കാശുള്ള ഞാൻ വഴി കണ്ടുപിടിക്കിട്ട് തിരിച്ചു പോകാനുള്ള. പിന്നെ കുറച്ച് അവിടെ റെസ്റ്റോറൻറ്റ് ആയിരുന്നു. അതും മൈൻഡ് കുറച്ച് ഡയമണ്ട് അവിടെ നിന്നും കിട്ടി. അപ്പം നമുക്ക് ഇത്രയും ഡയമണ്ട് കിട്ടി. അപ്പം നമുക്ക് ഫുൾ ആർമർ ഉണ്ടാക്കാം. ഫുൾ ആർമർ ടൂൾസ് ഉണ്ടാക്കാൻ പറ്റും. ഇത്രയും ഡയമണ്ട് ഉണ്ട്. ഇത്രയും ഡയമണ്ട് കിടക്കുന്നുണ്ട്. ഡയമണ്ട് കിടക്കുന്നുണ്ട്. ഇത്രയും ഡയമണ്ട് നമുക്ക് ടൂൾസ് ഒക്കെ ഉണ്ടാക്കാം. നമുക്ക് ടൂൾസും ആർമറും
ഇങ്ങനെ ഹെൽമെറ്റായി, ഡയമണ്ട് ഹെൽമെറ്റ്. ഇനി ചെസ്റ്റ് പ്ലേറ്റ്, ചെസ്റ്റ് പ്ലേറ്റായി. ലെഗിങ്സായി. ഇനി ബൂട്ട്, ഡയമണ്ട് ബൂട്ടായി. ഇങ്ങനല്ല, ഇങ്ങനല്ല, അത് ഞാൻ കാണിക്കാം. ഇങ്ങനെയാണ് ഫുൾ ആർമർ ഇട്ട് ഞാൻ കാണിച്ചു തരാവേ. കയ്യിലോട്ട് ഇങ്ങനെ പിടിച്ചിട്ട് കാണിച്ചു തരാം. കറക്റ്റ് കിട്ടണമെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ ഇടണം. ഹെൽമെറ്റ്, ചെസ്റ്റ് പ്ലേറ്റ്, ലെഗിങ്സ്, ബൂട്ട്. ഇങ്ങനെയാണ് ഫുൾ ആർമർ ആക്കുന്നത്. ഡയമണ്ട് കുറച്ച് ടൂൾസ് ഉണ്ടാക്കാം. കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. 12 ഉണ്ട്. 12 കൊണ്ട് പറ്റില്ല. ഈ ബാക്കി പഴയ അയൺ ആർമർ ഇത് വച്ചേക്കാം. ആവശ്യം വരും ചില സമയത്തൊക്കെ. ചാവുകയാണെങ്കിൽ ഡയമണ്ട് ആർമർ പോയാൽ പിന്നെ ഇത് ആവശ്യം, പിന്നെ ഇതേ കാണത്തും. സോർഡ്, ആക്സ്, പിക്കാക്സ്, ഷവല്, ഇത്ര സാധനങ്ങൾ റെഡി ആയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ടൂൾസും ആർമറും റെഡിയായി. അയ്യോ, ഇത്രയും കഷ്ടപ്പെട്ട് ഇപ്പം ഈ വീഡിയോ തന്നെ കുറേ മണിക്കൂറുകളായി എഡിറ്റ് ചെയ്ത് എടുക്കാൻ തുടങ്ങിയിട്ട്. ഏകദേശം കുറേ നേരമായി. അപ്പം നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയും ഉള്ളൂ എന്ന് പറയാൻ കാരണം അടുത്ത എപ്പിസോഡിൽ നമ്മൾ ബ്ലേസ് റോഡ് എടുക്കാൻ പോകും. അതുകൊണ്ട് ഈ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. അപ്പം ഞാൻ പോയിട്ട് കുറച്ച് ചെറിയ എഡിറ്റിംഗ് ഒക്കെ ഉണ്ട്. അപ്പം എല്ലാവർക്കും ബൈ. പിന്നെ ബൈ, വീണ്ടും ബൈ.